കോവിഡ് കുറയാതെ കേരളം. സംസ്ഥാനത്ത് ഇന്നലെ 541 പേർക്ക് കോവിഡും ഒരു മരണവും സ്ഥിരീകരിച്ചു. 2606 പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. മെയ് മാസത്തിന് ശേഷം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യമാണുള്ളത്. 541 പേർക്ക് കൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 640 അതിൽ 541 സംസ്ഥാനത്ത് നിന്നുള്ളതാണ്. അതിൽ ഒരു മരണം കൂടി സംസ്ഥാനത്ത് നിന്ന് കോവിഡ് മൂലം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതോടെ ഈ മാസം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 15ആയി ഉയർന്നിരിക്കുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായൊരു വർധനയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് 2000 കടന്നു എന്നാണെങ്കിൽ ഇപ്പോൾ അത് 2600 കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം രോഗബാധിതർ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ആരോഗ്യവകുപ്പ് ചേർന്ന അവലോകന യോഗത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സമാനമായ സാഹചര്യം തുടരുകയാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മെയ് 8 ശേഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന ദിവസം കൂടിയാണ്. അതായത് ഓരോ ദിവസം കഴിയും തോറും ആ കണക്കിൽ പഴയ രീതിയിലേക്ക് കോവിഡ് കാലത്തേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, പ്രായമായവരുടെയും മറ്റ് ഗുരുതര രോഗങ്ങൾ ഉള്ളവരുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികളിൽ പനിയും മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർ കർശനമായി കോവിഡ് പരിശോധന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നു. ഒപ്പം ആശുപത്രികൾ മാസ്ക് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് കാലമാണ്, ഒപ്പം പുതുവത്സര ആഘോഷങ്ങളുടെ കാലമാണ്. ആ സമയത്ത് രോഗവ്യാപനം വലിയ തോതിൽ ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പല രീതിയിലും പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതീവ ജാഗ്രത വേണം. ആഘോഷങ്ങളിലും കൃത്യമായി ഈ കോവിഡിനെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ കോവിഡ് വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകുകയാണ്. എന്തായാലും ദിനം പ്രതി പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കോവിഡിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഡോക്ടർ രാജീവ് ജയദേവനും ഡോക്ടർ എസ് ലാലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ എസ് ലാൽ, ഇവിടെ കോവിഡ് വീണ്ടും വരുന്നു എന്ന ഭീതിയിലാണ് എല്ലാവരും. എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും പ്രത്യേകിച്ച് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്താണ് സ്ഥിതി എന്നതിനെക്കുറിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ എത്ര ശ്രദ്ധിക്കണം? അവിടെയാണ് എനിക്ക് ഇടപെടൽ നടത്താനുള്ളത്. ഒരു പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ നിലയ്ക്ക് ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ലഭിക്കുന്നില്ല. ഇപ്പൊ ഒരു ഡോക്ടറെ എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ലെ ഡോക്ടർ രാജീവ് ജയദേവൻ, അതുപോലെ ഡോക്ടർമാരോടൊക്കെ പലരും വിളിച്ച് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാനുള്ള സമയമല്ലത്. എന്നാൽ ലോകാരോഗ്യ സംഘടന പോലുള്ള, അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ അവർ വിവരങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചിലപ്പോൾ കേരളത്തിന് പ്രായോഗികമായിരിക്കില്ല. അപ്പൊ കേരളം ഒരു പ്രദേശം എന്ന നിലയ്ക്ക് വ്യത്യസ്തമാണ്. കേരളത്തിലെ ജനസംഖ്യ, അല്ലെ ജനസാന്ദ്രത, ഇതൊക്കെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പൊ ബീഹാറിൽ പനി പടരുന്നത് പോലെ ആയിരിക്കില്ല കേരളത്തിൽ പനി പടരുന്നത്, അല്ലെങ്കിൽ ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്ത് പടരുന്ന പോലെ ആയിരിക്കില്ല കേരളത്തിൽ പടരുന്നത്. ഇവിടെ ജനസാന്ദ്രതയും സാമൂഹ്യ ബന്ധങ്ങളും കാരണം ഈ പനികളൊക്കെ, ഏത് പനി വന്നാലും അത് പടരാനുള്ള, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളായ പനികൾ വരുമ്പോൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനകത്ത് നമ്മൾ ലജ്ജ കാണിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇപ്പൊ കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് കേരളത്തിൽ ക്ഷീണിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ റിപ്പോർട്ടിംഗ് ഭേദമായതുകൊണ്ടാണ്, മെച്ചപ്പെട്ടതായതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാര്യങ്ങൾ നമ്മളെ ആരോഗ്യവകുപ്പ് പുറത്തറിയിക്കണം. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ 4 മരണം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ്. അത് പാടില്ല. നമുക്ക് നേരത്തെ ഈ കോവിഡ് കാലം തൊട്ടും അത് തൊട്ട് മുന്നേയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത്, നമ്മൾ കണക്കുകൾ ഒളിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ കണക്കുകൾ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ കള്ളക്കണക്ക് പറയും. ഇത് പാടില്ല. അപ്പൊ നമ്മള് കേന്ദ്ര ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് കേരളത്തിൽ 4 മരണം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ആരോഗ്യമന്ത്രി പറയാണ് ഇവിടെ 10 മരണം. ഇങ്ങനത്തെ ഒരു ട്രാൻസ്പാരൻസി, ഒരു സുതാര്യതയുടെ ഒരു പ്രശ്നം. അപ്പൊ അതാണ്. അപ്പൊ ജനങ്ങൾക്ക് വിവരം കൊടുക്കണം. കേരളത്തിൽ കോവിഡ് പണ്ടായാലും ഇപ്പോഴായാലും കോവിഡ് കൂടുതലുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ലജ്ജിക്കുന്നത്? കേരളത്തില് വെള്ളപ്പൊക്കം കേരളത്തിലുണ്ട്. നദി ഉണ്ടാകുന്നിടത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും, നദി ഇല്ലാത്ത മരുഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, നദികൾ കാരണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ സുതാര്യത വേണം, നമുക്ക് കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ കേരളത്തിന്റെ നയം എന്താണ്, ആരോഗ്യവകുപ്പിന്റെ നയം എന്താണ്? ഇപ്പൊ ജനങ്ങൾ മാസ്ക് വെക്കണം, അല്ലെങ്കിൽ വാക്സിൻ, ആശുപത്രികൾക്കോ, സർക്കാർ ആശുപത്രികൾക്കോ, സ്വകാര്യ ആശുപത്രികൾക്കോ, പ്രസ്ഥാനങ്ങൾക്കോ സർക്കാർ നിലപാട് കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ നിലപാടുണ്ടായിരിക്കും, ഇത് പുറത്തറിയാത്തതുണ്ടായിരിക്കും. ഇപ്പൊ കോവിഡിന്റെ കാര്യമല്ല, ഇപ്പൊ
പല രാജ്യങ്ങളിലും കോവിഡ് വരുന്നതിന് മുമ്പേ മാസ്ക് ഉപയോഗിക്കുന്ന ജനങ്ങളുണ്ട്. സ്ട്രീറ്റിൽ മാസ്ക് ഉപയോഗിക്കുക. അവർക്ക് ജലദോഷം ഉണ്ടെങ്കിൽ അവർ മാസ്ക് വെച്ച് നടക്കും, മറ്റുള്ളവർക്ക് ഇട്ടായിരിക്കാനായിട്ട്. അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറഞ്ഞ മാസ്ക് ഉപയോഗിച്ചായിട്ടാണ് തെരുവിലും അല്ലെങ്കിൽ വിമാനങ്ങളിലും കയറുന്നത്. നമുക്ക് കോവിഡിന് ശേഷമാണ് നമ്മൾ ഈ മാസ്കിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനല്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ പറയാൻ കഴിയണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രായാധിക്യമുള്ളവർക്ക് കോവിഡ് വരാൻ സാധ്യതയുള്ളവരാണ്, അവർക്ക് മരണം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ ശക്തിയുടെ കുറവുള്ളവർ, അല്ലെങ്കിൽ മറ്റു ചില രോഗങ്ങളുണ്ട്, പ്രതിരോധ ശക്തി കുറയ്ക്കാനായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നവർ, ഇത്തരക്കാർ ശ്രദ്ധിക്കണം, മാസ്ക് വെക്കണം സർക്കാർ പറയണ്ടേ. പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വാക്സിനേഷൻ, ഇപ്പൊ വാക്സിനേഷൻ ലഭ്യമല്ല, അല്ലെങ്കിൽ പുതിയ വേരിയന്റിനനുസരിച്ചുള്ള വാക്സിൻ പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ നിലപാട് എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആകാംക്ഷ ജനങ്ങളിലുണ്ട്. അപ്പൊ അതേസമയം തന്നെയാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള, അതായത് എത്രത്തോളം പെരുകുന്നു രോഗികളുടെ എണ്ണം, എത്ര കൂടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് പോലും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് ഈ JN1? ഇത് കേരളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള, ഈ വൈറസുമായി, അതിന്റെ കോവിഡിന്റെ വകഭേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടറിന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഇതിനകത്ത് നമ്മൾ ഈ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാത്താണ്. ലോകാരോഗ്യ സംഘടന തന്നെ ഡിസംബർ 13 അവർ പ്രത്യേക നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഇപ്പോ പുതിയ വേരിയന്റ് പലയിടത്തും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലുണ്ട്. നമുക്കറിയാത്ത വേരിയന്റുകൾ കാണും. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പ്രത്യേക സാഹചര്യം. ഇപ്പൊ ശബരിമലയിലേക്ക് വരുന്നത് ഇന്ത്യ മുഴുവൻ ഭാഗത്തു നിന്നുള്ളവരാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത്, അപ്പോൾ അവിടെ പ്രത്യേക രീതികൾ എന്തെങ്കിലും വേണോ? ഗവൺമെന്റ് പ്രഖ്യാപിക്കണം, ഞാനല്ല പ്രഖ്യാപിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പറ്റിപ്പോയെന്ന് പറഞ്ഞാല് ആരോഗ്യമന്ത്രി തലസ്ഥാനത്തില്ലാത്തതുകൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്ക് തീരുമാനം എടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളൊരു 2-3 ആഴ്ച ഇപ്പോഴും പറയുന്നുണ്ട്, ആൾക്കാർ ചോദിക്കുന്നു കേരളത്തിലേക്ക് വരാമ്പോൾ അവിടെ കോവിഡ് അല്ലേ. അപ്പൊ കേരളം പുറം ലോകത്തോട് എന്താ പറയേണ്ടത്? ഇത് ഗവൺമെന്റാ പറയേണ്ടത്. ടൂറിസത്തെയും യാത്രകളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഇതിനാണ് പ്രശ്നം. ഞാൻ കാര്യം പറഞ്ഞാൽ അത് പ്രത്യേക ഷോർട്ടായിട്ട് വേറെ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യും. കോവിഡ് എന്താണെന്ന് അറിയാത്തവർ പോലും, അല്ലെങ്കിൽ കോവിഡിന് മാസ്ക് വേണ്ടെന്ന് പോലും ഇവിടെ പ്രചരണം നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് പറയുന്ന പോളിസി എന്നോട് ഞാൻ ആവർത്തിച്ച് പറയാൻ തയ്യാറാണ്. പക്ഷേ ഇതിൽ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ ഇരട്ടി ആളുകൾ രോഗമുക്തരാവുന്നുണ്ട് എന്നുള്ളത് ആശ്വസിക്കാവുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും പഴയതുപോലെ ജനങ്ങൾ ഈ നിരത്തി വെച്ച ചീട്ട് പോലെ ജനങ്ങൾ മരിച്ചു വീഴുകയൊന്നുമില്ല. അതൊരാശ്വാസം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും മരണമുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞു 10 മരണം ഉണ്ടായി. അപ്പൊ നമ്മൾ 10 മരണം ഉണ്ടാകുമെന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. 3.5 കോടി ജനസംഖ്യയിൽ 10 പേര് മരിക്കുമ്പോൾ അത് ചെറിയ ശതമാനം. പക്ഷെ മരിക്കുന്നവന്റെ വീട്ടിൽ 100%. എന്റെ അമ്മ കോവിഡ് വന്ന് മരിച്ച ആളാണ് കഴിഞ്ഞ വർഷം. അപ്പൊ എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ട്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ ഇപ്പൊ ഇപ്പോ അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മരണനിരക്ക് കുറവാണെങ്കിൽ പോലും മരണം ഉണ്ടാകുന്നു. ശരി, ഡോക്ടർ ലാലിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ ജയദേവനിലേക്കും തിരിച്ചു വരാം. കോവിഡ് മരണം ഇന്നലെ ഒരു മരണമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 2606 പേർ ചികിത്സയിലുണ്ട് എന്നാണ് അറിയുന്നത്. കോവിഡ് വ്യാപനത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 300 കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോവിഡ് ബാധിച്ച് മരണമുണ്ടാവുന്നു. SS ലാൽ വീണ്ടും ചേരുന്നുണ്ട്. ഡോക്ടർ SS ലാൽ, ഇവിടെ വലിയൊരു, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു അറിയിപ്പുകൾ, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് നമ്മൾ പണ്ട് ശീലിച്ചിട്ടുള്ള, കോവിഡിന്റെ സമയത്ത് നമുക്ക് ശീലമായിരുന്ന പല കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ ലഭിക്കാത്തത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡൊക്കെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് കോവിഡ് വന്ന് ഒരാളെ, നമുക്ക് ഏറ്റവും അടുത്ത ആളെ നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണ്, ഇല്ലെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെയുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ ആശങ്കയുണ്ടാവും. എന്താണ് ഈ വകഭേദം എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതും എത്രത്തോളം നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ പ്രശ്നമുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ഇനിയും നടത്തേണ്ടതില്ലേ? ആളുകളിലേക്ക് കൂടുതൽ പേടിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണ്ടേ? ഡോക്ടർ ലാൽ, കേൾക്കാമോ?
ചോദ്യം റിപ്പീറ്റ് ചെയ്യാം, ഞാൻ ചോദ്യം കേട്ടില്ല. കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അതായത് ജനങ്ങളിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എത്തിക്കേണ്ടതില്ലേ? ആശങ്കപ്പെടുത്താനോ ഇല്ലെങ്കിൽ പേടിപ്പിക്കാനോ വേണ്ടിയുള്ള കാര്യങ്ങളല്ല, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്രം തരുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്, സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആളുകളെ ബോധവാന്മാരാക്കാൻ നേരത്തെ നമ്മൾക്ക് ശീലമുള്ളതാണ് കോവിഡിൻ്റെ കാലത്ത് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത്. പക്ഷേ അത് വീണ്ടും പറയേണ്ട സമയമായി. നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തുന്നു, ഒരുപാട് പേർ കൂട്ടം കൂടുന്ന പല പരിപാടികളും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു അതിൻ്റെ ഒരു രീതി ഏത് തരത്തിലായിരിക്കണം, ഇത് വ്യാപിക്കാതിരിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ കൃത്യമാകേണ്ടതില്ലേ ഇനി? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ആദ്യ റൗണ്ടിലും. നമുക്കിപ്പോൾ ജനങ്ങൾക്ക് എന്നല്ല, ആരോഗ്യ പ്രവർത്തകർക്ക്, ആശുപത്രികൾക്ക്, അവരെല്ലാം അവർക്ക് ഒറ്റപ്പെട്ട രീതിയിലാണ് വിവരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാർ നയം പറയണം. അത് ഞാൻ ആവർത്തിക്കാം. കഴിഞ്ഞ കോവിഡ് സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ വീഡിയോകൾ ഇറക്കുകയായിരുന്നു. കോവിഡ് ഇല്ലെന്ന്, വൈറസ് ഇല്ലെന്ന് വരെ പറയുന്ന ആൾക്കാർ നമുക്ക് അതിലാണ് ജനങ്ങൾ പറയുന്നതിനേക്കാൾ, പുതിയനായിരിക്കും പഠിച്ചവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ റീച്ച് അതിനാണ് കിട്ടിയത്. കോവിഡ് ഇല്ലെന്ന് പറഞ്ഞ ഒരു നാട്ടുവൈദ്യൻ മരിച്ചു പോകുന്ന അന്തരീക്ഷം വരെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സർക്കാർ നയം പറയണം. സർക്കാരിന്റെ വെബ്സൈറ്റ്, സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ പറയണം ഇന്ന ഇന്നാണ് കാര്യങ്ങൾ. ഇപ്പൊ പുതിയതായിട്ട് വന്നോന്നറിയില്ല. അവിടുത്തെ കണക്കുകൾ പോലും സുതാര്യതയുടെ പ്രശ്നമുണ്ട്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ IDSP റിപ്പോർട്ടിനകത്ത് കേന്ദ്രത്തിന് പോകുന്ന റിപ്പോർട്ട് കേരളത്തിലും പ്രസിദ്ധീകരിക്കുക, നമുക്ക് കണക്കറിയാൻ പറ്റുന്നില്ല. അത് അവിടെ ഇപ്പൊ കോവിഡിന്റെ വിവരം മാത്രം തരുന്നില്ല, മറ്റ് അസുഖങ്ങളുടെ വിവരമാണ്. അപ്പൊ അത്രയും ട്രാൻസ്പാരൻസി ആണ്. ഞാൻ പറയുന്നത് പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ സൈറ്റിലും കയറിയിട്ട് സാങ്കേതിക വിവരങ്ങൾ, ശാസ്ത്ര വിവരങ്ങൾ നോക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ സാങ്കേതിക വിദഗ്ധരുണ്ട് കേരളത്തിലെ. ആരോഗ്യവകുപ്പിലെ പ്രവർത്തകരുണ്ട്, ഡോക്ടർമാരുണ്ട്, മറ്റുള്ളവരുണ്ട്, പൊതുജനാരോഗ്യ പ്രവർത്തകരുണ്ട്, അധ്യാപകരുണ്ട്. ഇവർക്കൊക്കെ കാര്യങ്ങൾ ജനങ്ങളോട് പറയണമെങ്കിൽ ഇപ്പൊ നമുക്ക് കൃത്യമായ വിവരം വേണ്ടേ? കേരളത്തിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു വിവരം വേണം. അത് ലഭ്യമല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ആ വിമർശനം രാഷ്ട്രീയ വിമർശനമായിട്ട് കാണാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക്, ഞങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകരാണ്, അപ്പോൾ ആരോഗ്യരംഗത്ത് നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കും. ആരോഗ്യമന്ത്രിമാരൊക്കെ 5 വർഷമൊക്കെ ഉണ്ട്, അത് കഴിയുമ്പോൾ ഒരു മന്ത്രിമാരുണ്ടാകണമെന്നില്ല, വന്നാലും ആരോഗ്യവകുപ്പായിരിക്കുന്നത്. ഞാനൊക്കെ ഇപ്പൊ എന്റെ തന്നെ കാര്യം പറയാം, 40 വർഷമായിട്ട് ആരോഗ്യരംഗത്ത് നിൽക്കുകയാണ്, മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് കൺസേൺ ഉണ്ട്, നമ്മുടെ എല്ലാ നിമിഷവും ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ കേരളത്തിലെ സർക്കാരിന് ആരോഗ്യത്തിന് നിലപാട് വേണം. അത് മന്ത്രി ഇല്ലാത്തതുകൊണ്ടാലും മന്ത്രി യാത്രയിലായിപ്പോയതുകൊണ്ട് നിലപാടില്ലാതെ വരരുത്. അതല്ലെങ്കിൽ അതിന് ആരോഗ്യവകുപ്പിനെ ഏൽപ്പിക്കണം. ഞാൻ തുടക്കം തൊട്ടേ പറയുന്നതാണ്, ആരോഗ്യവകുപ്പിനാണ് ഏൽപ്പിക്കേണ്ടത്. മന്ത്രിമാർ താൽക്കാലിക സംവിധാനങ്ങളാണ്. ആരോഗ്യ ഡയറക്ടറാണ് ആരോഗ്യവകുപ്പിന് പ്രതികരിക്കേണ്ടത്. ഏറ്റവും പുതിയ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ബില്ലിൽ അത് പറയുന്നുണ്ട്. കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തിന്റെ അധികാരി എന്ന് പറയുന്ന ആരോഗ്യ ഡയറക്ടറാണ്. നമുക്കിത് ആരെന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ അവർക്ക് അധികാരങ്ങളില്ല, അല്ലെങ്കിൽ അവർ നിശബ്ദരാണ്. അത് പാടില്ല. ഈ നാട്ടിൽ ആരോഗ്യമന്ത്രി ഇല്ലെങ്കിലും അസുഖമായിട്ട് കിടന്നാലും അല്ലെങ്കിൽ ഗവൺമെന്റ് ഭരണം വന്നാലും ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുകയും ആരോഗ്യവകുപ്പ് എന്താണ് പറയേണ്ടതെന്നുള്ള ജനങ്ങൾ അറിയുകയും വേണം. അതിന് സാങ്കേതിക വിദഗ്ധരുണ്ട്. ആരോഗ്യ ഡയറക്ടറും വലിയ സംഘം അഡീഷണൽ ഡയറക്ടർമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ, ഇവരെല്ലാം മികവുറ്റ ജ്ഞാനമുള്ളവരും മികവുറ്റുള്ള ഭരണാധികാരികളുമാണ്. അവരെ കേൾക്കാൻ കഴിയുന്നില്ല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമ്മളിത് പരാതിയായിട്ട് പറയുന്നതല്ല, ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്റെ കുടുംബത്തിൽ പോലും കോവിഡ് മരണം ഉണ്ടായതാണ്. അപ്പോൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്. നമുക്ക് മറ്റൊരാളെ ബാധിക്കുക, എന്നെ ബാധിക്കുന്നതാണ്, താങ്കളെ ബാധിക്കുന്നതാണ്. അങ്ങനെ പ്രശ്നം വരുമ്പോൾ ഇത് കോവിഡ് പഴയതുപോലല്ല, അത് നമുക്കും അറിയാം. പഴയതുപോലെ ഒരുപാട് കൂട്ടമരണം ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കോവിഡിനെ നിരാകരിക്കണമെന്നല്ല, കോവിഡിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കണമെന്നല്ല. ശ്രദ്ധ വേണം. അതിനകത്ത് എന്താണ് വേണ്ടതെന്നുള്ളത്, ഇപ്പൊ മാസ്കിന്റെ കാര്യം, വാക്സിന്റെ കാര്യം, എന്താണ് സംസ്ഥാന നയം ഉണ്ടായിരിക്കും ചിലപ്പോൾ കടലാസുകളിൽ. ഇത് ജനങ്ങൾ അറിയണ്ടേ? അവിടെയാണ് പ്രശ്നം വരുന്നത്. ശരി ഡോക്ടർ ലാൽ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ വീണ്ടും കോവിഡ് വ്യാപിക്കുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ദിവസവും 300-ലധികം കേസുകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന സാഹചര്യമാണ്. ഡോക്ടർ രാജു ജയദേവൻ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ രാജു ജയദേവൻ, ഇവിടെ കോവിഡിന്റെ കേസിന്റെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ആളുകളിൽ നിയന്ത്രണം പെട്ടെന്നൊന്നും നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കില്ല. കാരണം ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിലായതാണ്, എത്ര പേരെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പം സ്വയം നിയന്ത്രിക്കുക എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ഒന്നും സാധിക്കില്ല, നിലവിലെ ആളുകളുടെ ജീവിത സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട്. അപ്പം എത്രത്തോളം നിയന്ത്രിക്കേണ്ടതുണ്ട് സ്വയം? നിയന്ത്രണം എന്നുള്ള വാക്കിനോടോ മാൻഡേറ്റ് എന്നുള്ള വാക്കിനോടോ എനിക്ക് യോജിപ്പില്ല. മലയാളികൾ പ്രബുദ്ധരായ ഒരു ജനതയാണ്.
ഒരു രോഗാണുബാധ പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വ്യക്തമായ ധാരണയുള്ള വ്യക്തികളാണ് ഭൂരിപക്ഷം മലയാളികൾ. അപ്പോൾ അവർക്ക് ഈ ഘട്ടത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൃത്യമായ നിർദ്ദേശങ്ങൾ മാത്രമല്ല, ഈ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് എന്നുള്ള കാരണവും അതോടൊപ്പം വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒരാളുടെ മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞതിനേക്കാളും മാസ്ക് എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വളരെ കൃത്യമായ രീതിയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ ആവശ്യം, നിയന്ത്രണമല്ല. തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു വൈറൽ ഡിസീസാണ് ഈ കോവിഡ്. അതായത് തരംഗങ്ങളായി വരുന്ന ഒരു രോഗമാണ്. പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 7 മാസത്തിന് ശേഷമാണ് ഈ തരംഗം വരുന്നത്. എന്നാൽ ലോകമെമ്പാടും ഉള്ള ഒരേ വേരിയന്റ് തന്നെയാണ് ഇന്ത്യയിലും കണ്ടെത്തിയിട്ടുള്ളത്, JN.1 എന്നുള്ളത്. അതിവേഗം പടർന്നു പിടിക്കാനുള്ള കഴിവുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ആരംഭഘട്ടത്തിൽ തന്നെ, അതായത് ഇപ്പോൾ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ തന്നെ നമുക്ക് അതിനെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ പൗരന്മാർ, കേരളത്തിലുള്ള ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരല്പം മാറ്റം വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ, നിസ്സാരമായിട്ടുള്ള കുറച്ച് കാര്യം ഞാനിവിടെ പറയാമത്, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഔട്ട്കം, നല്ല ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഇത് വലിയ പ്രശ്നങ്ങൾ കൂടാതെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഒരു കാവിയാറ്റ് ഉള്ളത്, ഇതോടൊപ്പം ഒരു കണ്ടീഷൻ ഉള്ളത് ഞാൻ പറയാം. ഈ JN.1 എന്നുള്ളത് മുൻപ് കണ്ടിട്ടുള്ള ഒരു വേരിയന്റ് അല്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെല്ലാം സീക്വൻഷ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി വരുന്ന വേരിയന്റുകളായിരുന്നു. പക്ഷേ JN.1 എന്നുള്ളത് അനവധി മാറ്റങ്ങളോട് കൂടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ട 2.86ന്റെ ഇമ്മീഡിയറ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ സ്വഭാവം എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ പറയാൻ ലോകത്താർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള പ്രസ്താവനകൾക്കും പ്രസക്തിയില്ല. അതുകൊണ്ട് അല്പം വിനയത്തോടു കൂടി ഇതിനെ ഒന്ന് സമീപിച്ച് ഇതിന്റെ സ്വഭാവം പഠിച്ചതിന് ശേഷം ഇത് എങ്ങനെ വ്യാപിക്കുന്നു, ആരിലെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു ഓപ്പൺ മൈൻഡോട് കൂടി വേണം ഇത് പഠിക്കാനായിട്ട്. ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ലോകമെമ്പാടും കാണുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം എന്നുള്ള ആ ഒരു ലെവലിൽ എത്തിയിരിക്കുക. അങ്ങനെയല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് അജ്ഞാതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരല്പം വിനയം ഈ ഘട്ടത്തിൽ വേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും പഠിക്കുകയും ഇത് ഏത് വഴിക്ക് പോകുന്നു, ഇതിന്റെ സംഖ്യ എത്ര കൂടുന്നു, ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഇതിന്റെ സ്പ്രെഡിങ് പാറ്റേണിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ആരെയെങ്കിലും പ്രത്യേകം ഇത് ദോഷപ്പെടുത്തുന്നുണ്ടോ, മരണങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്തൊക്കെയാണ്, അതെങ്ങനെ തടുക്കാൻ സാധിക്കും, അതിന്റെ ഓഡിറ്റ് നടത്തുക. മരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂമോണിയ മൂലമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകതരം രോഗാവസ്ഥ മൂർച്ഛിച്ചത് കൊണ്ടാണ്, ഇങ്ങനെയുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഓഡിറ്റ് ആണ് നമുക്ക്. ഡോക്ടർ, മറ്റൊന്ന് കോവിഡിനൊപ്പം ജീവിച്ച ആളുകളായതുകൊണ്ടായിരിക്കും ഇതിനെ വലിയ സീരിയസ് ആയിട്ട് കാണാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. കാരണം ഇത് വരും പോകും എന്നുള്ള തരത്തിൽ നിസ്സാരമായിട്ട്, ഇപ്പോൾ ഒമിക്രോണിന്റെ ലാസ്റ്റ് ഇയർ ഒക്കെ നമുക്കറിയാം അത് എത്രത്തോളം. അപ്പം ഇത് മറ്റൊരു വകഭേദമാണ്. അപ്പം ഇതിനെ എത്രത്തോളം പേടിക്കേണ്ടതുണ്ട്, ഇതിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് കൃത്യമായൊരു പലർക്കും ധാരണയില്ല. അത് വന്ന് അതിൻ്റെ കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് കടക്കാം എന്നൊക്കെ കരുതുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റു രോഗങ്ങൾ വരുന്നു, ന്യൂമോണിയ പോലെയുള്ള കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പല രോഗങ്ങളും ആളുകൾക്ക് വരുന്നുണ്ട് കോവിഡിന് ശേഷവും. അപ്പം എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് കോവിഡിന് ശേഷമാണ് എനിക്കിത്, ഇല്ലെങ്കിൽ കോവിഡിന് ശേഷമാണ് എനിക്ക് തുമ്മൽ, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതൊക്കെ കോവിഡിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എത്രത്തോളം ശ്രദ്ധ, കോവിഡിനെ എത്രത്തോളം സീരിയസ് ആയി കാണേണ്ടതുണ്ട് നിലവിൽ? ഇപ്പോൾ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. ആദ്യത്തിലേക്ക് ഞാൻ കിടക്കാം. എന്തുകൊണ്ട് ഇതിനെ നിസ്സാരമായി ചിലരെങ്കിലും കാണുന്നു എന്നുള്ളത്, അത് ഇൻഡിവിജ്വൽ സമീപനമാണ്. ഇപ്പൊ ഞാനൊരു ഹെൽമെറ്റിന്റെ ഉദാഹരണം പറയാം. ചിലർ ഹെൽമെറ്റിനെ നിസ്സാരമായിട്ട് കാണുന്നു, വെച്ചാലും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. വേറെ ചിലർ, വിവരമുള്ളവർ, അത് വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായി അവർ ഹെൽമെറ്റ് വെക്കുന്നു. അത് പോലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ വെച്ചിരിക്കും. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സമീപനമാണ് ആദ്യം പറഞ്ഞു കേട്ടത്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിയാണ്, ഒരാൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മരണപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്, അത് അംഗീകരിക്കുന്നു, ശരിയാണ്. പക്ഷേ പോളിസി മേക്കിങ്ങിൽ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല. പോളിസി മേക്കിങ്ങിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു സമൂഹത്തെ ഒരു മൊത്തമായി നോക്കുമ്പോൾ ഈ രോഗം എങ്ങനെ ബാധിക്കുന്നു, ഈ സമൂഹത്തിൽ എന്തെല്ലാം രോഗാവസ്ഥകൾ മൂർച്ഛിക്കുന്നു, മുൻപില്ലാതിരുന്ന രോഗാവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടോ, ഇവരുടെ ആയുർദൈർഘ്യത്തിൽ കുറവുണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള രീതിയിലാണ് പോളിസി മേക്കേഴ്സ് ചിന്തിക്കേണ്ടത്. അതാണ് ഡോക്ടർ ലാലിനെ പോലെയുള്ള എക്സ്പേർട്സ് ചിന്തിക്കാറുള്ളത്. അവർ ചിന്തിക്കുന്ന ലെവൽ അവിടെയാണ്. ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഇന്ന് മഴയില്ല, കുട എടുക്കേണ്ട, ആ രീതിയിലുള്ള സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള സമീപനമാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡോക്ടർമാരും പൗരന്മാരും മറ്റു പൗരന്മാരും എല്ലാവരും ചെയ്യുന്നു.
അത് ശരിയാണ്. അതുകൊണ്ടാണ് ഒരു നിസ്സാരമായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യം, ഇവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് കാരണങ്ങൾ ഇതൊക്കെയാണ്, ഇതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും, ഇതെവിടെയും പോയിട്ടില്ല, ഇത് വീണ്ടും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ പറയുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ എസ് ലാൽ, ഇവിടെ അണുബാധയെ പ്രതിരോധിക്കാൻ നമ്മൾ കേട്ട് പറഞ്ഞ് ശീലിച്ചതായിരിക്കും, പക്ഷേ ഇപ്പോഴും കേട്ടാൽ മനസ്സിലാവാത്തവർ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു പ്രാധാന്യം എത്രത്തോളമാണെന്ന് തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം, ഏത് മാർഗങ്ങൾ സ്വീകരിക്കണം? നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലത്തെടുത്ത അതേ കാര്യങ്ങൾ തന്നെ, മുൻകരുതലുകൾ തന്നെ തുടരേണ്ടതുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നല്ല ചോദ്യമാണ്. അതിനു മുമ്പ് തന്നെ രാജീവ് ജയദേവൻ ഡോക്ടർ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു കാതൽ. നമ്മൾ വ്യക്തികൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വ്യക്തികളെ കൊണ്ട് നിർബന്ധിച്ച് ശ്രദ്ധിപ്പിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പല രാജ്യങ്ങളിലും ഈ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ പ്രത്യേക വികസിച്ച നാടുകൾ അവരിങ്ങനെ അവരുടെ ഷോട്ടിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് ചുമയ്ക്കുകയോ തുമ്മ ചെയ്യുന്നത്. ഹോംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരമദരിദ്രരായിട്ടുള്ള മനുഷ്യർ പോലും വികസിച്ച നാടുകളിൽ ആ ശീലമുണ്ട്, സ്കൂളിലെ പഠിക്കുന്നതാണ്. പക്ഷെ നമ്മൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ചിലപ്പോൾ 10 പേര് നിൽക്കുന്നിടത്തായിരിക്കും, ഒന്ന് മുഖം മറയ്ക്കുമില്ല. നമ്മൾ പഠിച്ചു വരികയാണ്. കോവിഡ് കാലത്ത് നമ്മൾ കുറെ അധികം ഇത് പഠിച്ചു. പക്ഷെ നമുക്ക് പറ്റിപ്പോയപ്പോൾ കോവിഡ് വരുന്ന സമയത്ത് നമ്മൾ മാസ്ക് വെച്ചതോ അല്ലെങ്കിൽ സാമൂഹിക അകലം പാലിക്കുന്നതോ തൂവാല ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നതൊക്കെ ഒരുപാട് പേരുടെ കോവിഡിന്റെ പ്രധാന കാലം കഴിഞ്ഞപ്പോൾ മാഞ്ഞുപോയി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഇടപെടൽ വേണം. നമ്മൾ മനുഷ്യന്റെ ബിഹേവിയറൽ ചേഞ്ചാണ് നമ്മൾ പല കാര്യത്തിലും പ്രതീക്ഷിക്കുന്നത്, ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ആ ബിഹേവിയർ ചേഞ്ച് ഒരു 2 പ്രാവശ്യം 2 വർഷം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇത് തന്നെയാണ്, നമ്മൾ സാമൂഹിക അകലം നമുക്ക് പലപ്പോഴും ഇവിടെ നമ്മൾ സ്വാഭാവിക ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹിക അകലം ഉണ്ടല്ലോ, ഒരു ATM ക്യൂവിലോ ബസ് സ്റ്റാൻഡിലോ, അപ്പോൾ നമ്മൾ ഇതേ സ്വഭാവം നമ്മളെ തൊടാന്ന് കഴിഞ്ഞാൽ സാമൂഹിക അകലം ഉണ്ടെന്നാണ്. പക്ഷെ നമ്മൾ വേറെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ അകലത്ത് നിന്ന് കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന വഴക്കിടും, ഇതിന് ഇത്ര അടുത്ത് വന്ന് നിൽക്കുന്നു ചോദിക്കും. അപ്പൊ ഇത് പ്രദേശത്തിന്റെ പ്രത്യേകതകളുണ്ട്. അപ്പൊ രോഗകാര്യം വന്നപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതായി. അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിൽ സ്ഥിരമായി പറയണം. നമ്മൾ ബസ്സിൽ ഇടിച്ചാ കയറുന്നത്, ATM ചേർന്നാ നിൽക്കുന്നത്, എല്ലായിടത്തും നമ്മൾ സാമൂഹിക അകലം മറ്റാളുടെ ശരീരം തൊടായിരുന്നു കഴിഞ്ഞാൽ ഒരു മില്ലിമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ സാമൂഹിക അകലം ഉണ്ടെന്ന് വിചാരിക്കും. ഈ രീതികളിൽ നമ്മൾ ജനങ്ങളുടെ ഈ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്താം. കൈ കഴുകുന്നത്, പിന്നെ മുഖത്ത് പിടിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് കോവിഡ് കാലത്ത് മാത്രമല്ല ജീവിതത്തിന്റെ ഭാഗമാകണം. നമ്മൾ പ്രത്യേകിച്ച് തിരക്കുള്ള വീട്ടിനകത്തിരിക്കുന്ന ആൾ എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കണമെന്നല്ല, പക്ഷെ പുറത്ത് പോകുന്നവർ, ബസ്സിൽ പിടിക്കുന്നവർ, പൊതു സ്ഥലത്ത് പിടിക്കുന്നവർ. ഡോക്ടർ, ഇത് ആരൊക്കെയാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? അതായത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ ഒരുപോലെയാണോ ഈ പറയുന്ന JN1 ബാധിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. നമുക്കറിയാലോ, ഇപ്പം നമുക്ക് ബാധിക്കുന്ന ആരെയും ബാധിക്കാം, പക്ഷേ ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നത്, ആശുപത്രിയിലായി പോകുന്നത് അല്ലെങ്കിൽ മരണം ഉണ്ടാകുന്നതൊക്കെ കൂടുതലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രായാധിക്യം കൊണ്ട് പ്രതിരോധ ശക്തി കുറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ ഒരാൾ, അയാളുടെ ശരീരത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അവയവം പുറത്തായി പോകാതിരിക്കാനായിട്ട് പ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ഡയബറ്റീസ്, പ്രമേഹമുള്ളവർ, ഇങ്ങനെ ഈ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ട് ശരീരത്തിൽ പ്രതിരോധ ശക്തി. പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രായാധിക്യമുള്ള ജനസമൂഹം കേരളത്തിൽ കൂടുതലാണ്. ഇവരുടെ ഇടപെടലുകൾ ആവശ്യമുണ്ടെങ്കിൽ പുറത്തു പോകാവൂ, അല്ലെങ്കിൽ ജനത്തിരക്കുള്ള പ്രദേശങ്ങളിൽ പോകാതിരിക്കുക, പോവുകയാണെങ്കിൽ മാസ്ക് ധരിക്കുക. ഇപ്പൊ ചിലപ്പോൾ ഒരു കല്യാണം, ബന്ധുവിന്റെ കല്യാണം പോകാതിരിക്കാൻ പറ്റും, അപ്പൊ മാസ്ക് ധരിക്കുക. അപ്പൊ പ്രായാധിക്യമുള്ളവർ, പ്രതിരോധ ശക്തി കുറവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ജനസമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടി ശുചിത്വം വേണ്ടതുണ്ട്. നമുക്ക് ശുദ്ധമായ വെള്ളം ലഭ്യം പുഴകളുള്ളതുകൊണ്ടും കിണറുകളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ വയറിളക്ക രോഗം കൊണ്ട് ഒരുപാട് പേർ മരിക്കാതിരിക്കുന്നത്. പക്ഷേ നമുക്ക് ജനസംഖ്യ കൂടുന്നുണ്ട്, നമുക്ക് ശുദ്ധജല ലഭ്യത കുറയുന്നു, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മോഡിഫൈ ചെയ്തേ പറ്റും. പിന്നെ നമ്മൾ ജനസമ്പർക്കം കൂടുതലാണ്, ഇടതങ്ങി പാർക്കുന്നവരാണ്, ജനസാന്ദ്രത കൂടുതൽ. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ പ്രത്യേക ശീലങ്ങൾ നമുക്ക് വേണം. അത് നമ്മൾ തുടർച്ചയായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ആരോഗ്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ അവിടെയാണ് ഒരു ലാക്കുണ കണ്ടത്. വിമർശനമല്ല, ഇത് പൊതുജനാരോഗ്യ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം പറയുന്നുണ്ട്. നമ്മുടെ കൺമുന്നിൽ
യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ രാജീവ്, ഇവിടെ നമ്മുടെ ഒരു വാക്സിനേഷൻ, ഉയർന്ന വാക്സിനേഷൻ നിരക്കായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച്. നമ്മൾ ഒരുപാട് തരണം ചെയ്തിട്ടൊക്കെയുള്ള ആളുകളാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനം, പ്രത്യേകിച്ച് കേരളത്തിലെ സംവിധാനത്തിൽ നമ്മൾ സജ്ജരാണോ? പൂർണ്ണമായും ഇത്രയധികം ആളുകളെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ആവശ്യത്തിനുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ടോ? ഡോക്ടർമാരുടെ എണ്ണത്തിലൊക്കെ പലയിടങ്ങളിലും വലിയ കുറവ് സംഭവിച്ചിട്ടുള്ള ഒരു കാലം കൂടിയാണ്. അപ്പം പലരും പ്രൊഫഷൻ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഈ കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് പേര് അങ്ങനെ പോയിട്ടുണ്ട്. പലയിടങ്ങളിലും പല പോസ്റ്റുകളിലും വേക്കൻ്റായി കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആരോഗ്യ മേഖലയിലുണ്ട്. അപ്പം നമ്മൾ സജ്ജമാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുമോ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട്? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ രോഗം പലരെയും പല രീതിയിലാണ് ബാധിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം തുടക്കത്തിലെ സ്റ്റേജിൽ എപ്പോഴും തന്നെ ഏറ്റവും നല്ല ആരോഗ്യനിലയുള്ള, ജോലിക്ക് പോകാൻ പ്രാപ്തരായിട്ടുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഉള്ള ആരോഗ്യമുള്ള വ്യക്തികളിലാണ് പൊതുവെ ഇത് ആദ്യം ബാധിക്കുന്നത്. അപ്പൊ അവരിലാണ് ഇപ്പൊ തൽക്കാലം ഇത് പടർന്നു പിടിച്ചിരിക്കുന്നത്. അവരിൽ മിക്കവർക്കും തന്നെ ആശുപത്രിയിലെ ചികിത്സ വേണ്ടി വരാറില്ല. കാരണം അവർക്ക് അണ്ടർലൈൻ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അത് പൊതുവെ വെൽ കൺട്രോൾഡ് ആണ്. അവർക്ക് വീട്ടിൽ തന്നെ 3-4 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. അവരുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് ശരിയാണ്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്രൊഡക്ടിവിറ്റി ലോസ് ഓൺ എ മാസ് സ്കെയിൽ എഫക്ട്സ് ദ നേഷൻസ് ഇക്കോണമി. അത് വേറൊരു സംഗതിയാണ്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെയുള്ള എറ്റിക്കറ്റ് ഉണ്ട്. ചില എറ്റിക്കറ്റ് എന്ന് പറയുന്നത് ചില പെരുമാറ്റ ശീലങ്ങൾ സ്കൂളിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതൊക്കെ തന്നെയാണ്, പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാകും. എങ്കിലും അത് ചെയ്തു കാണുന്നില്ല. രണ്ടാമത്തേത്, പനിയോ ചുമയോ തുമ്മലോ ഉണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക, കുറച്ച് ദിവസത്തേക്ക് വീട്ടിലിരിക്കുക. അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ വിസിറ്റുകൾക്ക് പോകാതിരിക്കുക, മറ്റുള്ളവരെ വീട്ടിലേക്ക് ക്ഷണിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു പനിയുള്ള ഒരു വ്യക്തി, ഈ സമയത്ത് പനിയും ചുമയും ഒക്കെ ഉള്ള ഒരു വ്യക്തി കോവിഡ് ആണോ എന്ന് അന്വേഷിക്കുന്നതല്ലാണ്. കാരണം കോവിഡ് ആണെങ്കിൽ അതിന്റെ വ്യാപന രീതി വ്യത്യസ്തമാണ്. അത് മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. കാരണം അതേ വീട്ടിൽ പ്രായാധിക്യമുള്ള ഒരു ആളാണ് താമസിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഒന്ന് അറിയുന്നത് എപ്പോഴും നല്ലതാണ്. നേരെ മറിച്ച് കോവിഡ് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. നമുക്ക് 7 മാസം ഗ്യാപ്പ് കിട്ടി. ജനജീവിതം ഇൻക്ലൂഡിങ് എവറിത്തിങ് ബിക്കേം നോർമൽ. ആ സമയത്ത് കോവിഡ് ടെസ്റ്റ് ചെയ്താൽ പോലും ഇത് പോസിറ്റീവ് ആകുന്നില്ല എന്നതാണ്. ഇനി മൂന്നാമത്തെ സംഗതി മാസ്കിന്റെ ഉപയോഗമാണ്. മാസ്ക് എന്ന് കേൾക്കുമ്പോൾ ഒന്നിൽ ഒന്ന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അയ്യോ ഡോക്ടറെ, അപ്പൊ എല്ലാവരും മാസ്ക് വെക്കണമെന്നാണോ ഈ പറയുന്നത്? അങ്ങനെയല്ല. മാസ്ക് എന്ന് പറയുന്നത് അത് ഈ കോവിഡ് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ എയറിൽ കൂടിയാണ് ഇത് പകരുന്നത്. അതായത് ഒരു മൂടൽമഞ്ഞ് പോലെയുള്ള ഒരു എയറിൽ കൂടിയാണ് ഇത് പകരുന്നത്. അത് നമ്മുടെ മൂക്കിലേക്ക്, നമ്മുടെ ശ്വാസത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് അകത്തളങ്ങളിൽ, തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒരുപാട് പേർ തിങ്ങി നിൽക്കുന്ന, ഞാൻ 1-2 ഉദാഹരണം പറയാം. നമ്മള് കേരളത്തിലെ ലിഫ്റ്റുകൾ കണ്ടിട്ടുണ്ടോ? 5 പേർക്ക് കയറാവുന്ന ലിഫ്റ്റിൽ 15 പേരാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ഈ പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ലിഫ്റ്റ് ഓരോ നിലയിലും നിന്നാണ് പോകുന്നത്, അല്ലെ? അപ്പൊ അവിടെ ആ ലിഫ്റ്റിൽ ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും വരുമെന്ന് ഒരു സംശയമില്ല. കാരണം അടഞ്ഞൊരു ചേംബറിനകത്ത് ഒരു 10-15 ആൾ നിൽക്കുകയാണ്. അത് വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത് കുറ്റമായിട്ടല്ല, നിരീക്ഷണമായിട്ട് പറയുക. അപ്പൊ ആ സമയത്ത് നമുക്ക് മാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. ഞാൻ ലിഫ്റ്റ് എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്രകാരമുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള യൂസ് ആണ് വേണ്ടത്. അല്ലാതെ നമ്മൾ എല്ലാവരെയും മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ആ രീതിയിലല്ല നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. വാഹനത്തിൽ നമ്മൾ ഷെയർ റൈഡ് ചെയ്യണം. ഒരു ടാക്സിയിൽ 4 പേര് അപരിചിതർ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുകയാണ്, മാസ്ക് വയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ജാലകം തുറന്നിടുക. കാരണം വായുസഞ്ചാരം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് വിൻഡോസ് തുറക്കാവുന്നതാണ്. സപ്പോസ് മാസ്ക് ഇല്ലെങ്കിൽ റോൾ ദ വിൻഡോസ് ഡൗൺ, ഇടയ്ക്കിടയ്ക്കും തുറന്നിരുന്നാൽ മാത്രം മതി, വായുസഞ്ചാരം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതൊന്നും നമുക്ക് വലിയ കോസ്റ്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രായാധിക്യമുള്ളവരെ നമുക്ക് സംരക്ഷിക്കാനും ഈ തരംഗം വലിയ കേടുപാടുകൾ ഉണ്ടാക്കാതെ കടന്നു പോവുകയും ചെയ്യും. ശരി, ഡോക്ടർ എസ് ലാൽ, ഇവിടെ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇവർക്ക് ഇപ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ജോലി സംബന്ധമായും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ പുറത്തിറങ്ങിയേ പറ്റൂ. പക്ഷേ ഈ പറയുന്ന മാസ്ക് ഇടലിലോ സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധയില്ലായ്മ ഉള്ള ഒരുപാട് പേരുണ്ട്. സാധാരണ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് എത്രത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്? മറ്റൊന്ന് കുട്ടികളാണ്. കുട്ടികളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഏത് തരത്തിലുള്ള മുൻകരുതലുകൾ, ഇല്ലെങ്കിൽ ഏത് തരത്തിൽ കുട്ടികളെ നിയന്ത്രിക്കേണ്ടതുണ്ട്? അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ വേണം? നമുക്ക് പ്രായാധിക്യമുള്ളവരും പറഞ്ഞ ശരിയാണ്. അവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ കാണും. അവർ അന്നന്ന് പണിക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ശമ്പളം കിട്ടിയെന്ന് വരില്ല.
അപ്പൊ ഇത് മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പെരുമാറാറുള്ളത്. പക്ഷെ അതേസമയം തന്നെ എല്ലാ മനുഷ്യരിലേക്കും അവസാനത്തെ ആളിലേക്കും ഈ ആരോഗ്യത്തിന്റെ സന്ദേശങ്ങൾ എത്തുന്ന രീതിയിൽ നമ്മുടെ ഇടപെടലുകൾ നടത്തണം. ഇപ്പൊ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ബോഡീസ് അല്ലാത്ത വഴി അല്ലെ എല്ലാ മാധ്യമങ്ങളും ഈ സമയത്ത് എല്ലാ മാധ്യമങ്ങളും തീരുമാനിക്കേണ്ടതാണ്. ഒരു സമയത്ത് നമ്മൾ ഗവൺമെന്റ് പറയുന്ന അല്ല നമ്മൾ പറയുന്ന അല്ല ഗവൺമെന്റ് പറയുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഉറപ്പ് വരുന്നത് റേഡിയോയിൽ ഇങ്ങനൊരു ഇടപെടൽ വേണം. അപ്പൊ എന്നാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ രണ്ടും വേ ചെയ്ത് നോക്കണം. നമ്മുടെ ഇന്നത്തെ ജോലിയാണോ അല്ലെങ്കിൽ നാളെ ജീവിച്ചിരിക്കുന്നതാണോ പ്രധാനമെന്ന് ആൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ശകലം നഷ്ടം വന്നാലും വീട്ടിലിരിക്കണം. അത്തരം വീട്ടിലിരിക്കേണ്ടി വരുന്നവർക്ക് അല്ലെങ്കിൽ സമ്പാദ്യമില്ലാത്തവർക്ക് സർക്കാർ ഇടപെടലുകളിലൂടെ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകളിലൂടെ അവരുടെ ആ ഒരു ദിവസത്തെ നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്യുന്നതാണ്. ഒരാൾക്ക് വരാൻ പറ്റാന്ന് പറഞ്ഞാൽ വയസ്സായ ഒരാള് നമുക്ക് വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾ അന്നേരം നമ്മൾ ശമ്പളം കട്ട് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അധികം പൈസ കൊടുക്കില്ല. അപ്പൊ ഇത്തരം ഇടപെടലുകൾ സമൂഹത്തിൽ നിന്നും ഉണ്ടാകണം, സർക്കാരിൽ നിന്നും ഉണ്ടാകണം. അപ്പൊ അവർക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത്തരം ഇടപെടലുകൾ നമ്മൾ വേണം. ഈ പറഞ്ഞ പോലെ ഡോക്ടർ രാജീവ് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും കൂടെ പിടിച്ച് മാസ്ക് ഇടിക്കുക, ഭീഷണിപ്പെടുത്തുക, വീട്ടിൽ കൂട്ടിയിടുക, ലോക്ക്ഡൌൺ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. എങ്കിൽ പോലും ഓരോ മരണവും ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ള 100%. സർക്കാരിന് അല്ലെങ്കിൽ ജനസംഖ്യക്കാണ് ചെറിയ ശതമാനമായി മാറുന്നത്. ഒരു വീട്ടിലെ മരണം ആ കുടുംബത്തിൽ ആ വ്യക്തിക്ക് 100%. അപ്പൊ ആ രീതിയിൽ വ്യക്തിയിലേക്ക് ഉത്തരവാദിത്തങ്ങൾ എത്തിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെയാണ്. നേരത്തെ രാജീവ് പറഞ്ഞു, കുട്ടികൾക്ക് വരില്ല എന്നല്ല, വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ രോഗലക്ഷണങ്ങളൊന്നും കാര്യമായി വരണമെന്നില്ല. പക്ഷെ അവർ മറ്റുള്ളവരിൽ പകർത്തും. ഇപ്പൊ വലിയ വ്യാപനം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രദേശത്ത് വ്യാപനം കൂടുതലായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ നമ്മള് ലോകാരോഗ്യ സംഘടനയും CDC ഒക്കെ പറയുന്നത് തന്നെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് ആ പ്രദേശത്ത് എത്ര ആശുപത്രിയിൽ എത്ര പേര് അസുഖമായിട്ട് വരുന്നു, ഡോക്ടർമാർ എത്ര പേര്, അതനുസരിച്ചാണ് തീരുമാനം. ശരി, അതായത് ജാഗ്രത മാത്രം മതി നമ്മൾ ശ്രദ്ധിക്കുക. ഇത് പടർത്താതിരിക്കാനും നമുക്ക് വരാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ, ഡോക്ടർ എസ് എസ് ലാൽ പങ്കെടുത്തതിന്. ഇപ്പോൾ